കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ചത് 23 മലയാളികൾ. 23 പേരെയും തിരിച്ചറിഞ്ഞു. 12 പേരുടെ നില ഗുരുതരം. മൃതദേഹങ്ങൾ നാളെ കേരളത്തിലെത്തിക്കും. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ചേർന്ന് ഏറ്റുവാങ്ങും. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കുവൈറ്റ് യാത്ര അനിശ്ചിതത്വത്തിൽ. കേന്ദ്ര സർക്കാർ യാത്രാ അനുമതി നൽകിയില്ല. മരിച്ചവരുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും ധനസഹായം. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹം പ്രത്യേക വിമാനത്തിലെത്തിക്കും. ഉത്തരവിട്ട് കുവൈറ്റ് അമീർ. ഐഡന്റിറ്റി സ്ഥിരീകരിക്കാൻ DNA പരിശോധന തുടരുന്നു. കുവൈറ്റ് തീപിടുത്തത്തിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മാത്രം മരണപ്പെട്ടത് 6 പേർ. മരിച്ചവരുടെ ബയോമെട്രിക് വെരിഫിക്കേഷൻ കുവൈറ്റിൽ പുരോഗമിക്കുകയാണ്. അപകടം നിർഭാഗ്യകരമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മരിച്ചവരുടെ വീടുകൾ സന്ദർശിച്ച് ജില്ലാ കളക്ടർ. കുവൈറ്റ് ദുരന്തത്തിൽ പരിക്കേറ്റവർക്ക് അവിടെ തന്നെ വിദഗ്ധ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തിയെന്ന് നോർക്ക സെക്രട്ടറി ഡോക്ടർ കെ വാസുകി. മരിച്ചവരിൽ 3 ഫിലിപ്പീൻസ് പൗരന്മാരും ഒരാളെ ഇനിയും തിരിച്ചറിയാനായിട്ടില്ല. തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് NBTC. ആശ്രിതർക്ക് ജോലിയും ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പു നൽകിക്കൊണ്ട് കമ്പനിയുടെ വാർത്താക്കുറിപ്പ്. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള പരിശ്രമത്തിലെന്നും NBTC. കുവൈറ്റിലെ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിൽ. ഐഡന്റിറ്റി സ്ഥിരീകരിക്കാൻ DNA പരിശോധന തുടരുകയാണ് എന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം തയ്യാറാണെന്നും മന്ത്രി. കരുവന്നൂരിലേത് ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രാഷ്ട്രീയക്കാരും പോലീസും ബാങ്ക് ജീവനക്കാരും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയതെന്നും ED ഹൈക്കോടതിയിൽ. 51 പേർക്ക് നിയമവിരുദ്ധമായി 24.56 കോടി രൂപ വായ്പ അനുവദിച്ചെന്നും സത്യവാങ്മൂലം. കുവൈറ്റ് ദുരന്ത പശ്ചാത്തലത്തിൽ ലോക കേരള സഭയുടെ ഉദ്ഘാടനവും തുടക്കത്തിലെ സെമിനാറും റദ്ദാക്കി. തീരുമാനം കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ. സമ്മേളനത്തിൽ മാറ്റമില്ല. ആഘോഷങ്ങൾ ഒഴിവാക്കി ലോക കേരള സഭ നാളെയും മറ്റന്നാളും ചേരും. മലയാളികൾ ഉൾപ്പെടെ അനേകം പേർ മരണപ്പെട്ട കുവൈറ്റ് തീപിടുത്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തി KPCC പ്രസിഡന്റ് K സുധാകരൻ MP. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരമാവധി സഹായം എത്തിക്കണമെന്നും അഭ്യർത്ഥന. കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച നടത്താനിരുന്ന എല്ലാ പരിപാടികളും റദ്ദാക്കി. മുൻ DGP CB മാത്യൂസിനെതിരെ അന്വേഷണത്തിന് നിർദ്ദേശം. ഹൈക്കോടതി നടപടി സൂര്യനെല്ലി കേസിലെ ഇരയുടെ വിശദാംശങ്ങൾ നിർഭയം എന്ന ആത്മകഥയിലൂടെ വെളിപ്പെടുത്തിയതിൽ. കോടതി നടപടി സൂര്യനെല്ലി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന KK ജോഷ്വ നൽകിയ ഹർജിയിൽ. പോക്സോ കേസിൽ BJP നേതാവും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായ BS യെദ്യൂരപ്പയ്ക്ക് ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട്. ബംഗളൂരു കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്യലിനായി യെദ്യൂരപ്പ ഹാജരാകാത്തതിനെ തുടർന്ന് നടപടി. 17-കാരിയെ ലൈംഗികമായി അതിക്രമിച്ചു എന്ന കേസിൽ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി അജിത് ഡോവലിനെ വീണ്ടും നിയമിച്ച് കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 10 വർഷമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി തുടരുന്ന അജിത് ഡോവലിന് ഇത് 3ാം ഊഴമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി PK മിശ്ര തുടരും. സംസ്ഥാനത്ത് പ്രായം തികയാത്ത അമ്മമാർ 10,000-ലേറെ. ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവിട്ട് ഇക്കോണമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ്. 2022 മാത്രം 15-നും 19-നും ഇടയിൽ പ്രായമുള്ള 12,939 അമ്മമാർ. പ്രായം തികയാത്ത അമ്മമാർ കൂടുതൽ മലപ്പുറം ജില്ലയിൽ. പോരാളി ഷാജിയുടെ അഡ്മിൻ പുറത്തു വരണമെന്ന് MV ജയരാജൻ. ഇടതുവിരുദ്ധ പോസ്റ്റുകൾ നൽകിയിട്ടില്ലെന്ന് പറയണമെന്നും യഥാർത്ഥ ഇടത് അനുകൂല പ്രൊഫൈൽ സ്വയം വ്യക്തമാക്കണമെന്നും MV ജയരാജൻ. CPIM-ന്റെ പേരിൽ കോൺഗ്രസ് വ്യാജ ഐഡികൾ ഉണ്ടാക്കി സർക്കാരിനെതിരെ പ്രചാരണം നടത്തിയെന്നും ജയരാജൻ. ചേകന്നൂർ മൗലവി കേസിൽ കാന്തപുരത്തിന്റെ ആരോപണങ്ങൾ തള്ളി ജസ്റ്റിസ് കമാൽ പാഷ. കാന്തപുരത്തെ പ്രതി ചേർത്തത് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ച്. ഇതിന്റെ പേരിൽ തനിക്കെതിരെ കള്ളക്കേസുകളടക്കം നൽകാൻ അന്ന് ശ്രമിച്ചിരുന്നെന്നും കമാൽ പാഷ.
നീറ്റ് പരീക്ഷാ വിവാദത്തിൽ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. ഗ്രേസ് മാർക്ക് ലഭിച്ച കുട്ടികൾക്ക് റീടെസ്റ്റ് 1563 പേർക്ക് ജൂൺ 23-ന് പുനഃപരീക്ഷ നടത്തുമെന്ന് കേന്ദ്രം കോടതിയിൽ. ജൂൺ 30-ന് ഫലപ്രഖ്യാപനം. നീറ്റ് UG പരീക്ഷാ വിവാദത്തിൽ പ്രതികരണവുമായി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പേപ്പറുകൾ ചോർന്നിട്ടില്ലെന്നും കോടതിയിൽ മറുപടി നൽകാൻ തയ്യാറാണെന്നും മന്ത്രി. വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും നീതി ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പേപ്പറുകൾ ചോർന്നതിന് ഇതുവരെയും തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും ധർമ്മേന്ദ്ര പ്രധാൻ. വ്ളോഗർമാരുടെ നിയമലംഘന വീഡിയോകൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം യൂട്യൂബിന് കത്തെഴുതി ഗതാഗത കമ്മീഷണർ. കത്തെഴുതിയത് ഹൈക്കോടതിയെ അറിയിച്ചെന്നും കമ്മീഷണർ. വാഹനങ്ങളിലെ രൂപമാറ്റത്തിൽ പ്രത്യേക പരിശോധന നടത്തുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഹൈക്കോടതിയിൽ. ഡ്രൈവർമാരുടെ ക്യാബിനിലിരുന്ന് വീഡിയോ എടുക്കൽ അനുവദിക്കില്ലെന്ന് ഹൈക്കോടതി. പല കോളേജുകളിലും വിദ്യാർത്ഥികൾ നിയമവിരുദ്ധമായി വാഹനങ്ങൾ ഉപയോഗിക്കുന്നെന്നും നിരീക്ഷണം. സ്വയം വിമർശനവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പോഴും ദുർബലർ. വടക്കേ ഇന്ത്യയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിയാത്തത് വലിയ പോരായ്മയെന്നും ബിനോയ് വിശ്വം. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് SFI. കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തം. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് ജലപീരങ്കിയും ലാത്തി ചാർജും പ്രയോഗിച്ചു. കോഴിക്കോട് NITയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് 6 ലക്ഷം രൂപ വീതം പിഴയിട്ട അധികൃതർ. സമരം നടത്തിയത് ക്യാമ്പസിൽ രാത്രി കർഫ്യൂ നടപ്പാക്കുന്നതിനെതിരെയും രാത്രി 11 മണിക്ക് ക്യാന്റീൻ അടച്ചിടുന്നതിനെതിരെയും. സമരം സ്ഥാപനത്തിന് നഷ്ടമുണ്ടാക്കിയെന്നും പണം അടയ്ക്കാതിരിക്കണമെങ്കിൽ കാരണം കാണിക്കണമെന്നും വിദ്യാർത്ഥികൾക്ക് നോട്ടീസ്. നാഗ്പൂരിൽ സ്ഫോടക വസ്തു നിർമ്മാണ ഫാക്ടറിയിൽ പൊട്ടിത്തെറി. 4 സ്ത്രീകളടക്കം 5 പേർ മരിച്ചു, 5 പേർക്ക് പരിക്ക്. സ്ഫോടനം ധാംനയിലെ ഫാക്ടറിയിൽ. അന്വേഷണം തുടരുന്നതായി കമ്മീഷണർ. മൂന്നാം മോദി സർക്കാർ സ്ഥിരതയുള്ള സർക്കാരാവില്ല എന്ന് സീതാറാം യെച്ചൂരി. നിലവിലെ സർക്കാർ രൂപീകരണം മുൻ മോദി സർക്കാരുകളെക്കാൾ പ്രതിസന്ധിയിൽ. ബുൾഡോസർ രാഷ്ട്രീയത്തിനെതിരെ പാർലമെന്റിൽ ശബ്ദമുയർത്താൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുമെന്നും സീതാറാം യെച്ചൂരി. 2024 കാൻ ചലച്ചിത്രമേളയിൽ രാജ്യത്തിന് അഭിമാനമായ ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് എന്ന ചിത്രത്തിലെ മലയാളി അഭിനേതാക്കളെ ആദരിച്ച് സംസ്ഥാന സർക്കാർ. കനി കുസൃതി, ദിവ്യപ്രഭ, ഹൃദൂഫ്, ഹാരൂൺ, അസീസ് നെടുമങ്ങാട് തുടങ്ങിയവർക്ക് പുരസ്കാരം സമ്മാനിച്ച് മുഖ്യമന്ത്രി. ആഘോഷ പരിപാടികൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ചടങ്ങ് നടന്നത് സെക്രട്ടേറിയറ്റിലെ കോൺഫറൻസ് ഹാളിൽ. ഗൾഫ് രാജ്യം സന്ദർശിക്കുന്ന മുഖ്യമന്ത്രി ഒരിക്കൽ പോലും ലേബർ ക്യാമ്പുകളിൽ പോകാൻ തയ്യാറായിട്ടില്ല എന്ന് കെ സുരേന്ദ്രൻ. ലോക കേരള സഭ നിർത്തിവെച്ച് കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്ക് ധനസഹായം നൽകണം. ലോക കേരള സഭ കൊണ്ട് പ്രവാസികൾക്ക് ഒരു പ്രയോജനവുമില്ലെന്നും കെ സുരേന്ദ്രൻ. ലോക കേരള സഭയ്ക്കെതിരായ പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് മറുപടിയുമായി നോർക്ക CEO. കുവൈറ്റിലെ നോർക്ക ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത് നിമിഷ നേരം കൊണ്ട്. ലോക കേരള സഭയുടെ പ്രതിഫലനമെന്നും അജിത് കോളശ്ശേരി. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ദീപിക മുഖപത്രം. വിമർശനം സംസ്ഥാനത്തെ വിലക്കയറ്റത്തിൽ. സഹായിക്കാൻ ഒരു സർക്കാരുണ്ടെന്ന് ജനത്തിന് തോന്നുന്നില്ല. നിയമസഭയിലും മന്ത്രിസഭയിലും നിഷ്ക്രിയതയുടെ മരവിപ്പാണെന്നും വിമർശനം. വെള്ളാപ്പള്ളിക്കെതിരെ മുഖപ്രസംഗവുമായി സിറാജ്. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കേരളത്തിന് വെള്ളാപ്പള്ളിയുടെ ആവശ്യമില്ലെന്ന് പരാമർശം. മുഖപ്രസംഗം ഇടതുമുന്നണിയുടെ പരാജയത്തിന്റെ കാരണം മുസ്ലിം പ്രീണനമാണ് എന്ന പ്രസ്താവനയ്ക്കെതിരെ. പോലീസ് വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണം. ഇടതുപക്ഷത്തിന്റെ നവോത്ഥാന സമിതിയിൽ നിന്ന് വെള്ളാപ്പള്ളിയെ പുറത്താക്കണമെന്നും സിറാജ്. കീഴ്മാട് എടയപ്പുറം കോലാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിച്ച കേസിൽ കീഴ്ശാന്തി അറസ്റ്റിൽ. എടത്തല പോലീസ് അറസ്റ്റ് ചെയ്തത് ആലപ്പുഴ മീനാശ്ശേരി തറയിൽ വീട്ടിൽ സുമേഷിനെ. ഒളിവിൽ പോയ പ്രതിയെ പിടികൂടിയത് ഇൻസ്പെക്ടർ KB ഹരികൃഷ്ണൻ, SI സിജു പൈലി, ASI D രജനി എന്നിവർ ചേർന്നു. ബാലവേല വിരുദ്ധ പരിപാടികളുടെ വയനാട് ജില്ലാതല ഉദ്ഘാടനം പിണങ്ങോട് WOHS സ്കൂളിൽ നടന്നു. വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി ഉദ്ഘാടനം നിർവഹിച്ചു. അന്താരാഷ്ട്ര ബാലവിരുദ്ധ ദിനാചരണവും
ബോധവൽക്കരണ ക്ലാസും പരിപാടിയോടനുബന്ധിച്ച് വയനാട് ജില്ലാ തൊഴിൽ വകുപ്പ് സംഘടിപ്പിച്ചു. വനഭൂമിയോട് ചേർന്ന് വ്യാപകമായി മാലിന്യം ഉപേക്ഷിക്കുന്നതായും പ്ലാസ്റ്റിക് മാലിന്യം അടക്കം കത്തിച്ചു കളയുന്നതായും പരാതി. മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്തിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് പതിവായി മാലിന്യം തള്ളുന്നത്. മാലിന്യം കൊണ്ടുവന്നിടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ. 2020 ലോകകപ്പിൽ നെതർലാൻഡ് ബംഗ്ലാദേശ് മത്സരം പുരോഗമിക്കുന്നു. അർണോസ് വേൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടി നെതർലാൻഡ് ബോളിംഗ് തെരഞ്ഞെടുത്തു. 2 മത്സരത്തിൽ നിന്ന് 1 ജയവും 1 പരാജയവുമായി 2 പോയിന്റുകളാണ് ഇരു ടീമുകൾക്കും ഉള്ളത്. കൊച്ചിയിൽ ഇന്ന് 2 ഇടങ്ങളിലായി നടന്ന വാഹനാപകടങ്ങളിൽ 3 മരണം. വൈറ്റില പൊന്നുരുന്നിയിൽ മദ്യപൻ ഓടിച്ച കാറിടിച്ച് അച്ഛനും മകനും കൊല്ലപ്പെട്ടു. കളമശ്ശേരി ബൈക്ക് യാത്രക്കാരൻ മരണപ്പെട്ടത് പോത്തിന്റെ ദേഹത്ത് വാഹനമിടിച്ച്. തിരുവനന്തപുരം വർക്കലയിൽ വീടിനുള്ളിലേക്ക് വാഹനമിടിച്ചു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വെഞ്ഞാറമൂട് സ്വദേശിയായ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആലപ്പുഴ മുഹമ്മയിൽ കാക്കകൾ ചത്തത് പക്ഷിപ്പനി മൂലമെന്ന് പരിശോധനാ ഫലം. പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് ഭോപ്പാലിലെ ദേശീയ ലാബിലെ പരിശോധനയിൽ. കേരളത്തിൽ പക്ഷിപ്പനി മൂലം കാക്കകൾ ചാകുന്നത് ഇതാദ്യം. വടക്കൻ പറവൂർ നഗരസഭയിലെ ക്ലീൻ സിറ്റി മാനേജർ ജിജു PVയെ സസ്പെൻഡ് ചെയ്തു. നടപടി മദ്യപിച്ച് ജോലി ചെയ്തതിന്. ഹോട്ടലുകളിലെ ആരോഗ്യ വിഭാഗം പരിശോധനകളുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചിരുന്നു. ഹോട്ടൽ ലൈസൻസുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ പരാതികളും നിലവിലുണ്ട്. മലേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിച്ചതായി പരാതി. സുഹൃത്തിന്റെ തട്ടിപ്പിനിരയായത് ഇടുക്കി തൊടുപുഴ മുട്ടം സ്വദേശികൾ. മലേഷ്യയിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ്. തൊടുപുഴ പോലീസ് കേസെടുത്തു. രേണുക കൊലക്കേസിൽ അറസ്റ്റിലായ കന്നഡ നടൻ ദർശനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി ബംഗളൂരു പോലീസ്. കൊലപാതക കുറ്റം ഏറ്റെടുക്കാൻ 3 പേർക്ക് 5 ലക്ഷം രൂപയുടെ വാഗ്ദാനം നൽകി. കേസിൽ ദർശനൊപ്പം അനുയായി നാഗരാജും സഹനടൻ പ്രദോഷും അറസ്റ്റിൽ. ഹയർ സെക്കൻഡറി അധ്യാപക സ്ഥലം മാറ്റത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി. ഉത്തരവ് സർക്കാരിന്റെയും അധ്യാപകരുടെയും ഹർജി പരിഗണിച്ചു. അട്ടപ്പാടിയിലെ ഭൂമി കയ്യേറ്റത്തെക്കുറിച്ച് പരാതിയുമായി ആദിവാസികൾ. ഹൈക്കോടതിയിലെത്തി നേരിട്ട് പരാതി നൽകി 10 സ്ത്രീകളടങ്ങുന്ന 16 അംഗ സംഘം. ആദിവാസികൾക്ക് പട്ടയമായി നൽകിയ 375 ഏക്കർ ഭൂമിയിലടക്കം കയ്യേറ്റം നടന്നുവെന്ന് പരാതി. അവസാന വർഷ പരീക്ഷ എഴുതാൻ അനുവദിക്കണമെന്ന സിദ്ധാർത്ഥ് വധക്കേസിലെ പ്രതിയുടെ ആവശ്യം അനുവദിക്കാതെ ഹൈക്കോടതി. കോളേജിൽ നിന്ന് പുറത്താക്കിയ നടപടി ചോദ്യം ചെയ്ത് ഹർജിക്കാരൻ വൈസ് ചാൻസലർക്ക് സമർപ്പിച്ചിട്ടുള്ള അപ്പീലിൽ തീരുമാനമെടുക്കാൻ ജസ്റ്റിസ് സിയാദ് റഹ്മാൻ നിർദ്ദേശിച്ചു. അസ്വാഭാവിക മരണത്തിൽ താൻ അടക്കമുള്ള സീനിയർ വിദ്യാർത്ഥികളെ പ്രതി ചേർക്കുകയായിരുന്നെന്ന് അരുണിന്റെ ഹർജിയിൽ വാദം. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിലെ വിചാരണ നടപടികൾ താൽക്കാലികമായി തടഞ്ഞ് ഹൈക്കോടതി. ഉത്തരവ് പ്രതി സന്ദീപ് നൽകിയ ഹർജി പരിഗണിച്ച്. കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശം നൽകി സിംഗിൾ ബെഞ്ച്. ഹർജി വീണ്ടും പരിഗണിക്കുക 18-ന്. മോൺസൺ മാവുങ്കലിനെതിരായ ബലാത്സംഗ കേസിന്റെ വിചാരണ ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞു. ജൂലൈ 4 വരെയാണ് തടഞ്ഞത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് മോൺസനെ വിചാരണ കോടതി നേരത്തെ ശിക്ഷിച്ചിരുന്നു. ഇതേ പെൺകുട്ടിയെ പ്രായപൂർത്തിയായ ശേഷം പീഡിപ്പിച്ചെന്ന മറ്റൊരു കേസിലെ നടപടികളാണ് തടഞ്ഞത്. പത്തനംതിട്ട ചിറ്റാർ ഗ്രാമപഞ്ചായത്ത് ഭരണം UDF-ന്. കോൺഗ്രസ് പ്രതിനിധി A. ബഷീർ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇടത് വലത് സ്ഥാനാർത്ഥികൾക്ക് തുല്യ വോട്ട് വന്നതോടുകൂടി നറുക്കെടുപ്പിലൂടെയാണ് ബഷീറിനെ തിരഞ്ഞെടുത്തത്. കണ്ണൂർ തലശ്ശേരി പാറാലിൽ CPM പ്രവർത്തകർക്ക് നേരെ ആക്രമണം. പരിക്കേറ്റവരെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണം നടത്തിയത് മാഹി ചെമ്പ്രയിൽ നിന്ന് ആയുധവുമായി എത്തിയ സംഘമെന്ന് പരാതി. സംഘർഷ സാധ്യതയെ തുടർന്ന് പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കി പോലീസ്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന് പുത്തൻ കളിപ്പാട്ടക്കാർ. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പുതിയ മോഡൽ ലാൻഡ് ക്രൂസർ നിർമ്മിച്ചിരിക്കുന്നത് മന്ത്രി വാഹനത്തിന്റെ നമ്പറിൽ. റിമോട്ടിൽ നിയന്ത്രിക്കാവുന്ന വാഹനം എത്തിച്ചിരിക്കുന്നത് ഇന്തോനേഷ്യയിൽ നിന്നാണ്.
ടാങ്കർ മാഫിയകളെ നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എങ്കിൽ കേന്ദ്ര നിയന്ത്രണത്തിലുള്ള പോലീസ് വരട്ടെ എന്ന് സുപ്രീം കോടതി. കോടതി വിമർശനം ഹിമാചലിൽ നിന്ന് കൂടുതൽ മിച്ചജലം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ ടാങ്കർ മാഫിയകളെ നേരിടാൻ സർക്കാർ ഇതുവരെ സ്വീകരിച്ച നടപടികളെക്കുറിച്ചും റിപ്പോർട്ട് തേടി കോടതി. മൺസൂൺ കനത്തതോടെ കൊങ്കൺ റൂട്ടിൽ വന്ദേ ഭാരത് ട്രെയിനുകളുടെ സർവീസ് വെട്ടിക്കുറച്ചു. ജൂൺ 10 മുതൽ ഒക്ടോബർ അവസാനം വരെയാണ് നിയന്ത്രണം. മഴ കനത്തതോടെ ട്രാക്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലമാണ് സർവീസുകൾ വെട്ടിക്കുറച്ചതെന്നാണ് വിശദീകരണം. മുംബൈ മലാഡിൽ ആപ്പ് വഴി ഓർഡർ ചെയ്ത കോൺ ഐസ്ക്രീമിൽ മനുഷ്യവിരലിന്റെ കഷ്ണം കണ്ടെത്തി. ഐസ്ക്രീമിൽ നിന്നും കണ്ടെത്തിയ വിരലിന് 2 സെന്റിമീറ്ററോളം നീളമുണ്ട്. വിവരം പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് ഐസ്ക്രീം നിർമ്മിച്ച് പാക്ക് ചെയ്യുന്ന സ്ഥലം പരിശോധിക്കുമെന്നും വിരല് ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയക്കുമെന്നും മലാഡ് പോലീസ് അറിയിച്ചു. വടക്കേ ഇന്ത്യയിൽ ജീവനെടുത്ത് മഴക്കെടുതി. ബുധനാഴ്ച അർദ്ധരാത്രിയോടെ സിക്കിമിലുണ്ടായ ഉരുൾപൊട്ടലിൽ 3 മരണം. 3 പേരെ കാണാതായി. നിരവധി വീടുകൾ തകർന്നു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്നവർക്കെതിരെ കനത്ത പിഴ ചുമത്താനും നടപടികൾ സ്വീകരിക്കാനും ഈസ്റ്റേൺ റെയിൽവേ. കഴിഞ്ഞ മാസം മാത്രം ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത 1,80,900 പേരിൽ നിന്നും 7.5 കോടി രൂപ പിഴ ഈടാക്കി. ദിവസേന 25 ലക്ഷത്തോളം രൂപ പിഴയായി ലഭിക്കാറുണ്ടെന്നും റെയിൽവേ. റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള കാലാവധി നീട്ടി. കാലാവധി നീട്ടിയത് സെപ്റ്റംബർ 30 വരെ. റേഷൻ ആധാർ ലിങ്കിംഗ് റേഷൻ കട വഴിയോ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ ഓൺലൈനിലൂടെയോ പൂർത്തിയാക്കാം. നിക്ഷേപം പിൻവലിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വരുത്തി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. പുതിയ മാറ്റങ്ങളിൽ ഓട്ടോ സെറ്റിൽമെന്റ്, മൾട്ടി ലൊക്കേഷൻ ക്ലെയിം സെറ്റിൽമെന്റ്, മരണാനന്തരം വേഗത്തിലുള്ള ക്ലെയിം സെറ്റിൽമെന്റ് എന്നിവ ഉൾപ്പെടുന്നു. ചികിത്സാ ആവശ്യങ്ങൾക്കായി പിൻവലിക്കാവുന്ന തുകയിലും വർധന വരുത്തി. EPF അംഗം മരണമടഞ്ഞാൽ ആധാർ ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിലും ക്ലെയിമുകൾ പ്രോസസ്സ് ചെയ്യാനാകും. കുറഞ്ഞ നിരക്കിൽ വിമാന നിരക്കുകൾ നേരത്തെ ബുക്ക് ചെയ്യാനുള്ള ഫെയർലോക്ക് സേവനവുമായി എയർ ഇന്ത്യ. 7 ദിവസം വരെ കുറഞ്ഞ നിരക്കിലുള്ള ടിക്കറ്റ് ലോക്ക് ചെയ്യാനും അതേ നിരക്കിൽ യാത്ര ചെയ്യാനും ഇതിലൂടെ അവസരം. എയർ ഇന്ത്യ എക്സ്പ്രസിലും ഫെയർലോക്ക് സേവനമുണ്ടാകും. കോഡ് ഷെയർ ബുക്കിംഗുകൾ ഒഴികെയുള്ള എല്ലാ ടിക്കറ്റ് നിരക്കുകൾക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റിലൂടെ സേവനം ലഭ്യമാകും. ഹൈദരാബാദിൽ നിന്ന് അയോധ്യയിലേക്കുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് സ്പൈസ് ജെറ്റ്. ഫ്ലൈറ്റ് സർവീസ് നിർത്തലാക്കിയത് സർവീസ് ആരംഭിച്ച് 2 മാസത്തിനു ശേഷം. ആഴ്ചയിൽ 3 തവണ സർവീസ് നടത്തിയിരുന്ന വിമാനം സർവീസ് അവസാനിപ്പിച്ചത് യാത്രക്കാരുടെ കുറവ് മൂലം. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതിലും എളുപ്പം സിനിമ ചെയ്യാനാണ് എന്ന് കങ്കണ റണാവത്ത്. നേരത്തെയും രാഷ്ട്രീയത്തിൽ ചേരാൻ തനിക്ക് വാഗ്ദാനങ്ങൾ ലഭിച്ചിരുന്നു. പ്രസ്താവന ഹിമാചലി പോഡ്കാസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ. മാണ്ഡി ലോക്സഭാ മണ്ഡലത്തിൽ BJP MPയായി കങ്കണ വിജയിച്ചത് 74,755 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. T20 ക്രിക്കറ്റ് ലോകകപ്പ് മത്സരത്തിനെത്തിയ അനുഷ്ക ശർമ്മയുടെ വീഡിയോ വൈറൽ. ഞായറാഴ്ച ന്യൂയോർക്കിലെ നസാവു കൗണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം കാണാനെത്തിയ അനുഷ്ക ആരോടോ ദേഷ്യപ്പെടുന്നതാണ് വീഡിയോയിൽ. ലക്ഷക്കണക്കിന് ആളുകളാണ് വീഡിയോ കണ്ട് കമന്റുകൾ പങ്കിട്ടത്. ചൊവ്വയിൽ പുതുതായി കണ്ടെത്തിയ ഗർത്തങ്ങൾക്ക് ഇന്ത്യൻ നഗരങ്ങളുടെ പേര് നൽകിയ അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ. അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ചൊവ്വയിലെ ഥാർസിസ് അഗ്നിപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന 3 ഗർത്തങ്ങൾ. ലാൽ, മുർസാൻ, ഹിൽസ എന്നിങ്ങനെയാണ് ഗർത്തങ്ങളുടെ പേര്. രാജ്യത്ത് കഴുതകളുടെ എണ്ണം 1 ലക്ഷത്തോളം വർദ്ധിച്ചെന്ന വാർഷിക സാമ്പത്തിക റിപ്പോർട്ട് പുറത്തുവിട്ട് പാകിസ്ഥാൻ. മൃഗസംരക്ഷണം പാകിസ്ഥാന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ മൂലക്കല്ല്. 8 ദശലക്ഷത്തിലധികം ഗ്രാമീണ കുടുംബങ്ങൾ കന്നുകാലി വളർത്തലിലൂടെയാണ് ഉപജീവനം നടത്തുന്നതെന്നും സർവേ. 2023-24 കാലയളവിൽ രാജ്യത്ത് GDP-യിൽ ഇടിവുണ്ടായെന്നും സർവേ.
ബലിപെരുന്നാൾ അവധിയെ തുടർന്ന് ഖത്തറിൽ ആശുപത്രികളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുന്നത് പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷന് കീഴിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തന സമയത്തിൽ. ഈദ് അവധിക്കാലത്ത് രാജ്യത്തെ 31 ആരോഗ്യ കേന്ദ്രങ്ങളിൽ 20 എണ്ണം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്നും അധികൃതർ. വർഷങ്ങൾക്ക് ശേഷം വംശനാശ ഭീഷണി നേരിടുന്ന കാട്ടുകുതിരകളെ തിരിച്ചെത്തിച്ച് കസാക്കിസ്ഥാൻ. തലമുറകളായുള്ള സംരക്ഷണ പ്രവർത്തനങ്ങളുടെ വിജയമാണിതെന്ന് മൃഗശാല അധികൃതർ. അവസാനമായി ഇവ കാണപ്പെട്ടത് 1960-ൽ മംഗോളിയയിൽ. G7 ഉച്ചകോടിയിൽ യുക്രൈനിന്റെ പ്രതിരോധ സാമ്പത്തിക വിഷയങ്ങളിൽ പ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന സെലൻസ്കി ജപ്പാനുമായും അമേരിക്കയുമായും പുതിയ സുരക്ഷാ കരാറുകളിൽ ഒപ്പുവെക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പസഫിക് സമുദ്രത്തിൽ അസാധാരണ ജീവികളെ കണ്ടെത്തി ഗവേഷകർ. ഈ ജീവികൾക്ക് വിചിത്രമായ രൂപവും അസാധാരണ ഘടനയുമാണുള്ളത്. 15,000 വർഷം ജീവിത ദൈർഘ്യമുള്ള ജീവിയും കണ്ടെത്തിയവയിൽ ഉൾപ്പെടുന്നു. വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് ഗോതൻബർഗിന്റെ വെബ്സൈറ്റിൽ. സിനിമാ ചിത്രീകരണത്തിനിടെ നടൻ ജോജു ജോർജിന് പരിക്ക്. അപകടം കമൽഹാസനെ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്യുന്ന തഗ് ലൈഫ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ. പരിക്കേറ്റത് കമൽഹാസനും നാസറിനുമൊപ്പം ഹെലികോപ്റ്ററിൽ നിന്ന് ചാടി ഇറങ്ങുന്ന രംഗം ചിത്രീകരിക്കവേ. തലവൻ ടീമിന് സ്നേഹാദരവുമായി കേരള പോലീസ്. പോലീസുകാരനായ തിരക്കഥാകൃത്തിനെ ആദരിച്ചു. ചിത്രത്തിന്റെ വിജയാഘോഷത്തിലും പങ്കെടുത്ത് കേരള പോലീസ്. ചടങ്ങിൽ പങ്കെടുത്ത് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന IPS, ADSP ഇൻചാർജ് ശ്രീ ജിൽസൺ തുടങ്ങിയ ഉദ്യോഗസ്ഥരും. അമേരിക്കൻ വാഹന ബ്രാൻഡായ ജീപ്പ് കോമ്പസിന് വില കുറച്ചു. SUV സെഗ്മെന്റിൽപ്പെട്ട വണ്ടിക്ക് വില കുറച്ചത് 1.7 ലക്ഷം വരെ. 18.99 ലക്ഷം രൂപയാണ് കോമ്പസിന്റെ അടിസ്ഥാന വേരിയന്റിന് ഇപ്പോൾ എക്സ് ഷോറൂം വില. പുത്തൻ EV ഫാസ്റ്റ് ചാർജിംഗ് സൊല്യൂഷനുമായി റിലയൻസ് ജിയോ. എല്ലാത്തരം ഇലക്ട്രിക് പ്ലഗ്-ഇൻ ഹൈബ്രിഡ് കാറുകൾക്കും അനുയോജ്യമായ ടൈപ്പ് 2 ചാർജിംഗ് കണക്ടറാണിത്. വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കമ്പനി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ആമസോണിൽ ചാർജർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിമന്റ് നിർമ്മാണത്തിൽ 25,000 കോടിയുടെ നിക്ഷേപം നടത്താനൊരുങ്ങി അദാനി ഗ്രൂപ്പ്. ഇതിനായി രാജ്യത്തെ നിരവധി കമ്പനികളെ ഗ്രൂപ്പ് ഏറ്റെടുക്കും. ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ അൾട്രാട്രക്കിനെ മറികടക്കാനാണ് അദാനി ഗ്രൂപ്പ് പദ്ധതിയിടുന്നത്. സ്മാർട്ട് ഫോൺ വിപണിയിൽ മത്സരം കടുപ്പിച്ച് ഓപ്പോ F27 Pro Plus ഇന്ത്യയിൽ അവതരിപ്പിച്ചു. മീഡിയാടെക് ചിപ്സെറ്റ്, വളഞ്ഞ OLED ഡിസ്പ്ലേ, ഫാസ്റ്റ് ചാർജിംഗ്, പ്രീമിയം ലെതർ ഫിനിഷ് എന്നിവയാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. മികച്ച മെറ്റീരിയൽ ബിൽഡോടു കൂടിയാണ് കമ്പനി ഫോൺ പുറത്തിറക്കിയിരിക്കുന്നത്. ടാറ്റയ്ക്ക് പിന്നാലെ ഇരട്ട CNG ടാങ്കുമായി മാരുതി സുസുക്കി. വണ്ടിയുടെ ബൂട്ട് സ്പേസ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് പുത്തൻ പരീക്ഷണവുമായി മാരുതിയും എത്തുന്നത്. 35 ലിറ്റർ ശേഷിയുടെ 2 ടാങ്കുകളാണ് വണ്ടിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. വണ്ടിയുടെ നീളത്തിനനുസരിച്ചാണ് ടാങ്കുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്കോഡ തങ്ങളുടെ ജനപ്രിയ SUV ആയ കുഷാക്കിന്റെ പുതിയ പതിപ്പ് കുഷാക്ക് ഒനിക്സ് ഓട്ടോമാറ്റിക് അവതരിപ്പിച്ചു. 13.49 ലക്ഷമാണ് വണ്ടിയുടെ എക്സ് ഷോറൂം വില. 1 ലിറ്റർ TSI പെട്രോൾ എഞ്ചിനാണ് കുഷാക്കിന്. ഇത് പരമാവധി 115 bhp കരുത്തും 178 Nm പീക്ക് ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ബജാജ് അവതരിപ്പിക്കുന്ന ലോകത്തെ ആദ്യത്തെ CNG ബൈക്ക് ജൂലൈ 17-ന് ലോഞ്ച് ചെയ്യും. ഇപ്പോൾ കാറുകളിൽ ഉപയോഗിക്കുന്ന CNG വിത്ത് പെട്രോൾ സംവിധാനത്തോടെയാണ് ബൈക്ക് പുറത്തിറങ്ങുന്നത്. ഫ്യൂവൽ ഓപ്ഷൻ എളുപ്പത്തിൽ മാറ്റാൻ കഴിയുമെന്നതിനാൽ ഏത് സാഹചര്യത്തിലും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് വണ്ടിയുടെ നിർമ്മാണം. മൈക്രോസോഫ്റ്റിനെ പിന്നിലാക്കി വീണ്ടും ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ കമ്പനിയായ ആപ്പിൾ. AI സാങ്കേതിക വിദ്യയിൽ ബഹുദൂരം മുന്നിലെത്തിയതാണ് ആപ്പിളിനെ ഒന്നാമനാക്കിയത്.
ആപ്പിളിന്റെ ഷെയറുകളുടെ മൂല്യം 4% ഉയർന്ന് വിപണി മൂല്യം $3.29 ട്രില്യൺ ഡോളറായി. കഴിഞ്ഞ 5 മാസത്തിനിടെ ആദ്യമായാണ് ആപ്പിൾ 1-ാം സ്ഥാനത്ത് എത്തുന്നത്. ഫോൺ കോളുകൾ കൂടുതൽ റിയലിസ്റ്റിക് ആക്കി നോക്കിയ. പുത്തൻ സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ച് നോക്കിയ CEO പെക്ക ലെൻഡ്മാർക്ക്. ഇമ്മേഴ്സീവ് ഓഡിയോ ആൻഡ് വീഡിയോ ഉപയോഗിച്ചുള്ള 3D ശബ്ദം ഫോൺ സംഭാഷണങ്ങൾ കൂടുതൽ മികച്ചതാക്കും. സാങ്കേതിക വിദ്യ ടെക് ലോകത്തിന് മുന്നിലെത്തുക 5G അഡ്വാൻസ്ഡ് സ്റ്റാൻഡേർഡ്സിന്റെ ഭാഗമായി. ഭാവിയിലേക്കുള്ള വോയിസ് കോൾ തങ്ങൾ പരീക്ഷിച്ചുവെന്ന അവകാശവാദവുമായി പെക്ക ലെൻഡ്മാർക്ക്. T20 ലോകകപ്പിൽ ന്യൂസിലൻഡിനെതിരെ വെസ്റ്റ് ഇൻഡീസിന് 13 റൺസ് വിജയം. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലൻഡ് 9 വിക്കറ്റ് നഷ്ടത്തിൽ 136 റൺസ് മാത്രമാണ് നേടിയത്. 39 പന്തിൽ 68 റൺസ് എടുത്ത റൂദർഫോർഡ് കളിയിലെ താരമായി. 3 മത്സരങ്ങളിൽ മുന്നിലും വിജയിച്ച് വെസ്റ്റ് ഇൻഡീസിന് സൂപ്പർ 8-ൽ ഇടം നേടി. 2 മത്സരത്തിലും വിജയമൊന്നുമില്ലാതെ ന്യൂസിലൻഡ് ഗ്രൂപ്പിൽ 5-ാം സ്ഥാനത്താണ്. ഫുട്ബോൾ ആരവം വാനോളം ഉയർത്തി യൂറോ കപ്പിന് നാളെ തുടക്കമാകും. ജൂൺ 14 മുതൽ ജൂലൈ 14 വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്നതാണ് പോരാട്ടം. 6 ഗ്രൂപ്പുകളിൽ ഓരോ ഗ്രൂപ്പിലും 4 ടീമുകളായി ആകെ 24 ടീമുകളാണ് അണിനിരക്കുന്നത്. ഇതിൽ ഓരോ ഗ്രൂപ്പിൽ നിന്നും ആദ്യ 2 സ്ഥാനക്കാർ പ്രീ ക്വാർട്ടറിലേക്ക് കടക്കും. മികച്ച 3ഉം 4ഉം സ്ഥാനക്കാർക്കും പ്രീ ക്വാർട്ടറിലേക്ക് എത്താൻ അവസരമുണ്ട്. ഫിഫയുടെ ലോക റാങ്കിങ്ങിലെ ആദ്യ 30 ടീമുകളിൽ 15 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് എന്നതുതന്നെ യൂറോ 2024 പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഉദ്ഘാടന മത്സരത്തിൽ നാളെ രാത്രി 12:30 ജർമ്മനിയും സ്കോട്ട്ലൻഡും തമ്മിലായിരിക്കും ഏറ്റുമുട്ടുക. ഫൈനൽ ജൂലൈ 14 ബെർലിനിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ. T20 ലോകകപ്പിൽ നാളെ ഒമാൻ ഇംഗ്ലണ്ടിനെ നേരിടും. വിവിയൻ റിച്ചാർഡ്സ് സ്റ്റേഡിയത്തിൽ രാത്രി 12:30 മത്സരം. പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ ഇംഗ്ലണ്ടിന് വിജയം അനിവാര്യം. കളിച്ച 2 മത്സരങ്ങളിൽ നിന്ന് 1 പോയിന്റുമായി ഇംഗ്ലണ്ട് 4-ാം സ്ഥാനത്താണ്. അതേസമയം കളിച്ച 3 മത്സരങ്ങളും പരാജയപ്പെട്ട ഒമാൻ പോയിന്റ് പട്ടികയിൽ 5-ാം സ്ഥാനത്തുമാണ്. മലയാളി ആരാധകനെ വിമാന ടിക്കറ്റ് അടക്കം നൽകി നേരിട്ട് വിളിപ്പിച്ച് ഋഷഭ് പന്ത്. ജന്മദിന സമ്മാനമായി ചെയിൻ ഊരി നൽകി. പന്തിന്റെ കടുത്ത ആരാധകനും ഓൾ കേരള ഋഷഭ് പന്ത് ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റുമാണ് കാർത്തിക്. 2016 അണ്ടർ 19 മത്സരങ്ങളിലെ പ്രകടനം കണ്ടാണ് കാർത്തിക് ഋഷഭിന്റെ ആരാധകനായത്. T20 ലോകകപ്പിൽ ബാറ്റർമാരുടെ ശവപ്പറമ്പായി മാറിയ നസ്ലോ സ്റ്റേഡിയം പൊളിച്ചു നീക്കുന്നു. സ്റ്റേഡിയം പൊളിക്കാനായി പുറത്ത് ബുൾഡോസറുകൾ നിർത്തിയിട്ടതിന്റെ വീഡിയോ വൈറലാണ്. പഴയതുപോലെ ഗ്രൗണ്ട് പൊതുജനങ്ങൾക്ക് സൗജന്യമായി തുറന്നു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്റ്റേഡിയം പൊളിച്ചു നീക്കുന്നത് എന്നാണ് അധികൃതരുടെ വാദം. ഇതോടെ പ്രാദേശിക ക്രിക്കറ്റ് ക്ലബ്ബുകൾക്ക് പഴയതുപോലെ പ്രദേശത്ത് കളിക്കാൻ സാധിക്കും. ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലകനായി ടെൻ ഹാഗ് തുടരും. തീരുമാനം ഡയറക്ടർ ബോർഡ് വാർഷിക യോഗത്തിന് ശേഷം. ഡച്ച് പരിശീലകന് കീഴിൽ യുണൈറ്റഡ് FA കപ്പ് കിരീടം സ്വന്തമാക്കിയിരുന്നു. കഴിഞ്ഞ 2 സീസണുകളിലായി ടെൻ ഹാഗാണ് ക്ലബിന്റെ പരിശീലകൻ. സ്പാനിഷ് ഇതിഹാസം റഫേൽ നദാൽ വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പിന്മാറി. പാരീസ് ഒളിമ്പിക്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നദാലിന്റെ പിന്മാറ്റമെന്നാണ് വിവരം. വ്യക്തിഗത മത്സരങ്ങളിൽ നിന്ന് പിന്മാറിയെങ്കിലും അൽക്കാരസിനൊപ്പം ഡബിൾസിൽ നദാൽ മത്സരിക്കും. 38 വയസ്സുകാരനായ നദാൽ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ ആദ്യ റൗണ്ടിൽ പുറത്തായിരുന്നു.